ഞാനിപ്പോൾ നടക്കുന്നത് നമ്മുടെ കോഴിക്കോട് ബാങ്ക് റോഡിലൂടെയാണ്. ഈ ബാങ്ക് റോഡിലൂടെ നടക്കുന്ന പറഞ്ഞാൽ എക്സാക്റ്റ് പ്ലേസ് ഇത് അത് വ്യാപാര ഭവനാണ്. വ്യാപാര ഭവൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് ഞാൻ നിൽക്കുന്നത്. കറക്റ്റ് അല്ലെങ്കിലും നേരെ ഡയഗണലിയാണ്. ഡയഗണലിൽ ഓപ്പോസിറ്റ് നിൽക്കുക. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹലുവ കിട്ടുന്ന ഒരാളുണ്ട്, കോഴിക്കോടൻ ബേക്കറി. ഈ ബേക്കറിയിൽ എന്താ പറയുക, നല്ല വിവിധ തരം വെറൈറ്റീസ് ഓഫ് ഹലുവ അല്ലെങ്കിൽ ഹൽവ കിട്ടും. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഹലുവയുടെ ടേസ്റ്റ് അറിഞ്ഞ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് എന്താ നോക്കാമല്ലേ. ബാ. നമസ്കാരം ഫൈജാസിക്ക. ഇതാണ് നമ്മുടെ ഫൈജാസിക്കയാണ് നമ്മുടെ കോഴിക്കോടൻസ് ബേക്കറി. ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ഷോറൂമൊക്കെ തുറന്ന് കിടക്കുകയാണ്. വളരെ ചെറിയ ഷോറൂമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ. നിറച്ച ഹലുവ. ഇതെന്തൊക്കെ ഹലുവയ്ക്ക് കുറേ ഉണ്ട്, എല്ലാ വെറൈറ്റി ഹലുവകളുണ്ട്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ കുറിച്ച് പോകാം. നമുക്ക് നമ്മുടെ കടയെക്കുറിച്ചും ബാക്കിയെല്ലാം അറിയാം. അടച്ചു വെച്ചില്ലേ ചിലപ്പോൾ ഞാൻ കൈയിട്ട് വരുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് എത്ര നാളായി? 21 വർഷമായിട്ട് നമ്മൾ ബേക്കറി ഇൻഡസ്ട്രിയിലുണ്ട് കോഴിക്കോടൻസ്. ഇത് മാത്രമുള്ള ഔട്ട്ലെറ്റിലെങ്കിൽ 6 ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതെവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഈ അലുവയൊക്കെ ഇറക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അടിപൊളി. അപ്പോൾ നമുക്ക് ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണുകയും ചെയ്യണം, നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യണം. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിപ്പോൾ എന്തൊക്കെ ഹലുവകളാണ് അവിടെ? ഡ്രൈ ഫ്രൂട്ട്സ് ഹൽവ, ബനാന ഹൽവ, ഓറഞ്ച് ഹൽവ, പൈനാപ്പിൾ ഹൽവ, ഫ്രൂട്ട്സിന്റെ എല്ലാ തരം ഹൽവ ഉണ്ട്. ഇളനീര് ഹൽവ ഉണ്ട്. അപ്പൊ നമ്മളാണോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇളനീര് ഹൽവ ഉണ്ടാക്കി. കോഴിക്കോട് ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ആദ്യമായിട്ട് തന്നെ ആയിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ഇളനീർ ഹലുവ ഉണ്ടാക്കിയത് കോഴിക്കോടൻസ് തന്നെയാണ്. അതും കോഴിക്കോട്. കുറേ നേരം ഇങ്ങനെ അടുത്തടുത്ത് നിന്നിട്ട് ഒരു 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 ഇഷ്ടം. നമുക്ക് എന്തായാലും ഓരോ പീസ് തന്നെ എടുത്താലോ? അതിൻ്റെ ഏതാണ് നമ്മൾ ഇളനീർ ഹൽവ. അതെ, ഇളനീർ ഹൽവ കിട്ടിയിട്ടുണ്ട്. ഇത് ആരാ തുടങ്ങിയത് ശരിക്കും നമ്മുടെ കോഴിക്കോടൻസ് ബേക്കറി? നമ്മൾ 3 ബ്രദേഴ്സാണ്, ഹാരിസ്, ജാഫർ, ഫൈജാസ്. മൂത്ത ഇക്കാണ് ഹാരിസ്. 3 ബ്രദേഴ്സാണ്. അതിനകത്ത് ഒരാൾ ഞാനാണ്. ചെറുതാണ്. അന്ന് ചെറുതായിരുന്നു. ഇപ്പോഴും ചെറുത് തന്നെയാണ്. ഇളനീരല്ലേ? ഇളനീർ ഹൽവ. തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. തേങ്ങയുടെ ഇളനീര്, കോൺഫ്ലവർ, കോക്കനട്ട് മിൽക്ക് നല്ലതാണ് ചെയ്യണത്. നല്ല സ്വീറ്റ്സാണ്. വെളിച്ചെണ്ണ. ഈ കറുത്ത ഹൽവ ഇത് ബ്ലാക്ക് ഹൽവ എന്ന് പറയും. മസാല ഹൽവ എന്നും പറയും. ശർക്കര, ചുക്ക്, കുരുമുളക്, ജീരകം, ഏലക്കായ് എന്നിവ ചേർത്തിട്ടാണ്. ഇതിന്റെ എസൻസ് ആണോ ഇട്ടേക്കണേ അതോ ഒറിജിനൽ സാധനം? ഒറിജിനൽ സാധനം. കഴിച്ചു നോക്കാലോ, നമുക്ക് സംശയിക്കാൻ പറ്റും. നമുക്ക് ഔട്ട്ലെറ്റ് ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമുക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അത് ഔട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഹോൾസെയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പല കോഴിക്കോടുണ്ട്, വയനാടുണ്ട്, പാലക്കാട്, കണ്ണൂർ, എല്ലാ ജില്ലകളിലും ഹലുവകൾ ബാക്കിയുള്ള ബേക്കറി പ്രൊഡക്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തരം ഹലുവയുണ്ട് ശരിക്കും? ഹലുവ ഫ്രൂട്ട്സിൽ ഉണ്ടാക്കുന്നതുണ്ട്, പിന്നെ നമുക്ക് എസൻസ് ചേർത്തിട്ട് ഫ്ലേവറിൽ ചെയ്യുന്നതുണ്ട്. ഇതെല്ലാം പൈനാപ്പിൾ തന്നെ ജ്യൂസ് ചെയ്തിട്ട് അതിൽ റെഡിയാക്കുന്നത്. ഇത് നെയ്യ്, ഇത് എണ്ണയല്ലേ? അല്ലല്ല, ഇതിൽ നെയ്യ് ചേർക്കും. നെയ്യ്, പൈനാപ്പിൾ എണ്ണ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്താണ്. നമുക്ക് ഇത് എന്തൊക്കെയാണ് നമ്മൾ വേറെ ഹലുവ ഫ്രൂട്ട്സിൽ ചെയ്യുന്നത്? ഡ്രൈ ഫ്രൂട്ട്സ്. ഇപ്പോൾ ഒരു കാര്യം ഓർത്തെ, ഞാനിവിടെ ശരിക്കും നമ്മളിത് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുറേ നാളായി തോന്നുന്നുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിനാണോ എപ്പോഴാണോ? വേൾഡ് കപ്പിന്. അപ്പം അത് തന്നെ ആ കേക്കില് ഓരോ ഫ്ലാഗ്സും കളിക്കാരുടെയും എല്ലാം കേക്കൊക്കെ ഉണ്ടാക്കി. അപ്പൊ അത് അങ്ങനെ അറിഞ്ഞാണ് നമ്മൾ കോഴിക്കോട്. പിന്നെ മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂ ടൈമിൽ ഡാമിന്റെ ആകൃതിയിൽ കേക്ക് ഉണ്ടാക്കി. 105 കിലോ വരുന്ന വെയിറ്റ് വരുന്ന വലിയൊരു കേക്ക്, ഭീമൻ കേക്ക് ഉണ്ടാക്കി. മുല്ലപ്പെരിയാർ ഡാമൻ അത് നമുക്ക് കാണാം. പടമൊക്കെ ഉണ്ടല്ലോ, ഫ്ലെക്സിലുണ്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ട്. വേറെ എന്തൊക്കെയാ? പിന്നെ ഈത്തപ്പഴ മേള, റംസാൻ ടൈമിൽ ഈത്തപ്പഴ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാത്തരം ഈത്തപ്പഴങ്ങൾ പ്രദർശനത്തിന് വെച്ച് എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും വിൽപ്പനയും നടത്തുന്നുണ്ട്. അത് 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി റംസാൻ വരുമ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസിന്റെ സമയത്ത് കേക്ക് കാർണിവൽ നടത്താറുണ്ട്. എല്ലാത്തരം കേക്കുകളും പ്രദർശനവും വിൽപ്പനയും കോഴിക്കോട് മാനാഞ്ചിറയിൽ വെച്ചാണ് നടത്താറ്.
മൈതാനം മൈതാനം മാനഞ്ചിറ മൈതാനം നമ്മൾ കണ്ടില്ലേ അത് തന്നെ ഇക്ക മറ്റേ ഈ സ്വീറ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാണോ എല്ലാം നമ്മളെ പ്രൊഡക്റ്റാണ്, നമ്മുടെ പ്രൊഡക്റ്റാണ്. എനിക്ക് മിക്കവാറും തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയൊരു ഐറ്റാണ് ഈത്തപ്പഴം, ഡേറ്റ്സ് ക്രഞ്ച് എന്ന് പറയും. ഒരു ഡേറ്റ്സ് ക്രഞ്ച് തരാമോ? ഇത് ഷോറൂം ചെറുതാണെങ്കിലും നമ്മുടെ ഫാക്ടറി വലുതായിരിക്കും, കാരണം ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ ബിസ്ക്കറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയത് എല്ലാം നമ്മളെ പ്രൊഡക്റ്റാണ്. ആണ് ഡേറ്റ്സ് ക്രഞ്ച്. ഇതിൽ വരുന്നത് ഈത്തപ്പഴം, തേങ്ങ, അണ്ടിപ്പരിപ്പ്, തേങ്ങ വറുത്തതിൻ്റെ ഒരു തേങ്ങ നെയ്യിൽ റോസ്റ്റ് ചെയ്യും, നെയ്യിൽ വറുത്തെടുക്കും. എങ്ങനെയുണ്ട്? 5 പേര് പറയാനൊക്കെ 5ആണ്. എന്തായാലും ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നേരെ നമ്മുടെ യൂണിറ്റിലോട്ടൊന്ന് പോയാലോ? എന്തായാലും നമുക്ക് അലുവ ഉണ്ടാക്കാൻ എങ്ങനെയാ? എന്തായാലും അത് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പോയാൽ പറ്റും. പോവാന്ന് അതല്ലോ പോലെ. നിറച്ച് അലുവയൊക്കെ നിർത്തി വെച്ചാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇത് ശരിക്കും നമ്മള് വലിയങ്ങാടി കോഴിക്കോട് ബീച്ചിൽ തന്നെയാണ്. എന്തോരം അലുവ എടുത്ത് വെച്ചാണ്. ചോപ്പലുവ, കറുപ്പലുവ, ഡ്രൈ ഫ്രൂട്ട്സ് അലുവ. ഇതൊരു പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ്. പൈനാപ്പിൾ ആണല്ലേ? അത് പൈനാപ്പിളിൻ്റെ ആണ്. അതിൻ്റെ പൊക്കത്ത് ഫിഗും കാഷ്യൂസും എല്ലാം കൂടി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ലോഡ് പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ. ഇപ്പം എന്ന് പറഞ്ഞാൽ അലുവൻ്റെ സീസൺ ടൈമാണ്. ഏറ്റവും കൂടുതൽ അലുവ ചിലവാകുന്ന സമയം, എത്ര ഉണ്ടാക്കിയാലും തികയാത്തൊരു സമയം. ശബരിമല സീസൺ. കോഴിക്കോട് വന്നിട്ട് അയ്യപ്പന്മാർ അലുവ മേടിച്ചിട്ടാണ് തിരിച്ചു പോകുക അല്ലേ? അതാണ്. അപ്പം എന്തായാലും കുറേ അലുവകൾ നമ്മൾ ബേക്കറിൽ ഇരിക്കുന്ന കണ്ടതാണല്ലോ. ഇനിയിപ്പോൾ ഉണ്ടാക്കണ കാണാം അല്ലേക്കാ?